നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ചേട്ടൻ എന്നെ തോപ്പിക്കാൻ പറ്റുമോ? പ്ലാൻ എന്ത് ഇതൊക്കെ എനിക്ക് സിമ്പിളാ. കേരളത്തിലെ ആമ്പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് 6 പാക്ക് ആക്കാൻ വേണ്ടി അവരെന്തൊക്കെ ചെയ്യണം. വൈറലായിട്ടുണ്ടായിരുന്നു ആനയുടെ പുറത്ത് വീഡിയോ. പക്ഷെ ഭയങ്കര ടഫായി എന്നെ സംബന്ധിച്ച്. മുന്നേ ഞാൻ ഫുട്ബോൾ ഇതൊക്കെ കളിച്ച് അങ്ങനെ നടന്നിരുന്നു. ബ്രേക്ക് ചെയ്ത് വീണ്ടും സ്ട്രഗിൾ ചെയ്തിട്ട് കേറി വന്നത് തന്നെ. പിന്നെയുള്ള കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ഏത് ലെവലിലേക്കാണ് ഉദ്ദേശിക്കുന്നത്? ഇനി പ്രോ മത്സരങ്ങൾ ചെയ്യണം, ഒളിമ്പിയ ക്വാളിഫൈ. ഈ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്കുള്ളതാണ്, എന്നെ കൊണ്ട് അടുപ്പിച്ചതാണത്. ഞാനും മത്സരം ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവരാണ് മോട്ടിവേഷൻ തന്നിട്ട് മെഡിസിൻസ് പിടിച്ചു എന്നുള്ള രീതിയിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റിറോയിഡ്സ് ആണ് അതിപ്പോ, അതിന് അംഗീകാരം ഇല്ല, എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആവശ്യം ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ആ ഷുഗറിന്റെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 1 വീക്ക് കൊണ്ട് തന്നെ ഭയങ്കര ചേഞ്ച് വരും. ബോഡിന്റെ ഒരു ക്ലാരിറ്റി, ഇപ്പൊ മസിൽസിന്റെ ക്ലാരിറ്റി മൊത്തം പോകും. ഷുഗർ 8 hours സ്ലീപ്പ് നിർബന്ധം. 6 തവണ മിസ്റ്റർ ഇന്ത്യ അടിച്ചിട്ടുള്ള ഒരു ജിമ്മനെ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. നമസ്കാരം. നമസ്കാരം. പയ്യെ സൂക്ഷിച്ചൊക്കെ പിടിക്കണം. കണ്ടോ ഉസ്താദിക്ക, വെൽക്കം ടു മൂവി വേൾഡ്. താങ്ക് യു. സുഖായിരിക്കുന്നു? സുഖമായിരിക്കുന്നു. എങ്ങനെ പോകുന്നു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ? സൂപ്പറായിട്ട് പോകുന്നുണ്ട്. സൂപ്പറായിട്ട് പോകണം. മിസ്റ്റർ ഭാരതൊക്കെ അടിച്ചു, മിസ്റ്റർ ഇന്ത്യ ഒക്കെ അടിച്ചിട്ടിരിക്കുകയാണ് അല്ലേ? 2025 എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ലൈഫിലെ ഏറ്റവും മധുരമുള്ള ടൈറ്റിലായിരുന്നു അത്. അത് ഒരുപാട് ആഗ്രഹിച്ചെടുത്ത ഞാന് പിന്നെ മത്സരിക്കാൻ ആഗ്രഹിച്ച അത്ലറ്റും കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെ കൂടെ സ്റ്റേജിൽ നിൽക്കാനുള്ള ഒരാഗ്രഹം കൊണ്ട്, അങ്ങനെ ഒരാഗ്രഹം കൊണ്ട് മത്സരം, പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കത് ടൈറ്റിൽ വന്നു. എന്താ പറയാ, ഇപ്പം എന്താ പറയാ, കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാ രീതിയിലും ഭയങ്കര സഹകരണവും കാര്യങ്ങളും? നല്ല സപ്പോർട്ടീവായിട്ട് സന്തോഷാവട്ടെ, ഇവിടെ ജിമ്മിന്റെ ഓണറാണ്, ഇസാക്ക്, ഗണേഷ് ഗോപാൽ, ഇവരൊക്കെ നന്നായിട്ട് എന്നെ ഹെൽപ്പ് പേഴ്സണലി. അത്രയും മിഡ് നൈറ്റിലൊക്കെ വിളിക്കും അവര്, അത്രയും നന്നായിട്ട് ട്രാക്ക് ചെയ്ത് പോയിരുന്ന സംഭവം. പിന്നെ ഈ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്കുള്ളതാണ്. അവരാണ് എന്നെ വിളിച്ചത് ടൈറ്റിൽ അടുപ്പിച്ച്, എന്നെ കൊണ്ട് അടുപ്പിച്ചതാണത്. ചേട്ടൻ എന്തായാലും വർക്ക്ഔട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു മടിയും കാര്യങ്ങളും ഒന്നും കാണില്ല. പക്ഷെ എന്നാലും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പുഷ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ സുഖം. ഞാൻ എന്റെ പേഴ്സണൽ ട്രെയിനിങ് ആണ്, അതിന്റെ ഇടയിൽ കൂടെ ഉള്ള വർക്കൗട്ടുകൾ. പക്ഷെ അവരാണ് ഇതിന് മോട്ടിവേഷൻ കറക്റ്റ് തന്നത്. ആ മത്സരത്തിന്റെ തലേ ദിവസം, ഒരു ദിവസം മുന്നേ വരെ ഞാനും മത്സരം ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവരാണ് മോട്ടിവേഷൻ തന്നിട്ട് കയറി വാ, ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. സമയമുണ്ടല്ലോ, ഓൾറെഡി ട്രാക്കിലുള്ള ബോഡിയാണ്, അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം 2 ദിവസം കൊണ്ട് പെട്ടെന്ന് മാറ്റം സംഭവിച്ചെടുക്കാം. അങ്ങനെ നിൽക്കുന്ന അത് അവർക്കറിയാം. അതിന്റെ മുന്നേ 2 ടൈറ്റിൽ അടിച്ച് നിൽക്കുക നീ അതിന്റെ മുന്നുള്ള 2 ഓപ്പൺ സ്റ്റേറ്റ്, മിസ്റ്റർ കേരളി ഒക്കെ അടിച്ചു നിൽക്കുന്നു. അപ്പൊ അവർക്ക് അറിയാം എന്റെ ബോഡി എങ്ങനെയാന്നുള്ളത്. ആ ഒരു വിശ്വാസത്തിലാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, സത്യമായിട്ട് പറയാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പെർഫോമൻസിക്ക് ബോഡി എത്തോ എന്നുള്ളൊരു കൺഫ്യൂഷനില്. അതുകൊണ്ട് അപ്പൊ പറഞ്ഞ റിസ്ക് എടുക്കണ്ട, കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അപ്പം റിസ്ക് എടുക്കണ്ട. പിന്നെ ഈ മത്സരത്തിന് വേണ്ടി പ്രിപ്പയർഡ് ആയതല്ല. അപ്പം ഞാനൊരു പ്രോ മത്സരം ചെയ്യണം ആഗ്രഹിച്ച് നിൽക്കുന്ന അതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ സ്റ്റേജ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യാം എന്നുള്ള പെട്ടെന്നൊരു പ്രിപ്പറേഷന് അങ്ങനെ വന്നതാണ്. അപ്പൊ ഈ ഫുഡും കാര്യങ്ങളൊക്കെ, ഡയറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ നോക്കുക? അതായത് പ്രത്യേകം ഒരു ഡയറ്റ് ഫോർമാറ്റ് ഒക്കെ ഉണ്ടോ? പ്രത്യേകം ഡയറ്റ് ഫോർമാറ്റ് ഉണ്ട്. ഇപ്പം ഓഫ് സീസണിന്ന് ഇൻ സീസണിക്ക് വരുമ്പോൾ പിന്നെ പീക്ക് വീക്ക്, ഇൻ സീസണിക്ക് വരുമ്പോൾ തന്നെ നമ്മൾ എല്ലാം
ഇച്ചിരി കൂടെ കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം കട്ട് ചെയ്ത് വരും. ഇപ്പൊ നമുക്ക് മലയാളികൾക്ക് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാനേ പറ്റില്ല. കാർബ് കട്ട് ചെയ്യണം, ചോറ് കട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം ഇപ്പൊ പൊതുവെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, കേരളത്തില് ഇപ്പൊ ചോറ് കാർബ് കുറച്ച് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പകരം ചപ്പാത്തി അങ്ങനത്തെ ഉള്ള മില്ലറ്റ്സ് ആഡ് ചെയ്യാനിട്ട് കുറച്ചുകൂടി ആളുകൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഓണത്തിനൊക്കെ ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിക്കേണ്ട വരുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാ ഈ ഒരു ഫോർമാറ്റ് വരുന്നത്? കാർബാണോ അതോ? കാർബോഹൈഡ്രേറ്റ് നമുക്ക് എല്ലാം കാർബോഹൈഡ്രേറ്റ് റൈസ് മാത്രമല്ല, നമ്മളിവിടെ അതൊരു മുന്നേ ട്രഡീഷണൽ ആയിട്ട് എടുത്തൊരു ഭാഗമായിട്ട് എടുത്തൊരു ഫുഡിന്റെ, അതുകൊണ്ടാണ് ഈ റൈസ് എന്നുള്ളൊരു കാർബോഹൈഡ്രേറ്റ്. ഇപ്പം ചപ്പാത്തിന്നും സ്വീറ്റ് പൊട്ടാറ്റോ, ഓട്സും, പാസ്ത, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് നമ്മൾ എടുക്കുന്നത്. ഡയറ്റ് ഫോളോ ചെയ്യുന്ന മിക്ക ആൾക്കാരും ചപ്പാത്തി കഴിച്ചാൽ മതി, കുഴപ്പമില്ല എന്നുള്ള അതും ക്വാണ്ടിറ്റിയാണ്. അവിടെ ക്വാണ്ടിറ്റിയാണ് വെച്ചാ, ക്വാണ്ടിറ്റി വളരെ വെരി ഇമ്പോർട്ടൻറ്റ്. എത്ര ഇപ്പം 100 ഗ്രാം ആകുമ്പോൾ എത്ര കാർബോഹൈഡ്രേറ്റ് കിട്ടി എന്ന് നോക്കണം നമ്മൾ. എത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ് വരും. ഫാറ്റ്സ് എടുക്കുകയാണെങ്കിലും എത്ര ഗ്രാം ഫാറ്റ്സ് വേണം, പ്രോട്ടീൻ എടുക്കുകയാണെങ്കിലും എല്ലാം മെഷർമെന്റ് വളരെ അതിന് വളരെ ആക്യുറേറ്റ് ആവണം. ഇച്ചിരി ആദ്യമൊക്കെ ചേട്ടന് ചെയ്യുമ്പോഴേക്കൊക്കെ കുറച്ച് മടിയൊക്കെ തോന്നാറുണ്ട്. കാരണം ഇപ്പം നേരത്തെയൊക്കെ എങ്ങനെയായിരുന്നു? കറക്റ്റായിട്ട് ഹെൽത്ത് ഒക്കെ കറക്റ്റായിട്ട് നോക്കുന്ന ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യത്തിലൊക്കെ കറക്റ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു? ഇല്ല, മുന്നേ ഞാൻ ഫുട്ബോൾ ഇതൊക്കെ കളിച്ച് അങ്ങനെ നടന്നിരുന്നു. ഇന്റർമീഡിയറ്റ് ഒക്കെ ഫുട്ബോളായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബോഡി ബിൽഡിങ്. പിന്നെ ബൈ ബർത്ത് ഒരു ജനറ്റിക് ഉള്ളൊരു ബോഡിയായി. അത് ഞങ്ങള് 5 ആൺമക്കൊക്കെ ഉണ്ടത്, പിന്നെ ഒരു സിസ്റ്ററും ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇന്നെക്കാളും ബോഡിയുള്ളവരാന്ന് ചേട്ടനും അനിയന്മാരെല്ലാം. അവരെല്ലാം 2 മത്സരം ചെയ്തിട്ടുണ്ട്. ഒരാള് ഇപ്പോഴും ബോഡി ബിൽഡറായിട്ട് നിൽക്കുന്നത്, പക്ഷെ മത്സരം ഒന്നും ചെയ്യുന്നില്ല, ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം അവര് ഒരു പക്ഷെ പിന്നെ ചെയ്യാണ്ടിരുന്നത്. ഞാനിത് പലവട്ടം ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും സ്ട്രഗിൾ ചെയ്തിട്ട് കയറി വന്നത്. ചേട്ടൻ വർക്കൗട്ട് നടക്കട്ടെ, ഞാൻ അതിന്റെ ഇടയിൽ ചോദിച്ചോളാം. കാരണം എന്താ പറയാ, കറക്റ്റ് ഷെഡ്യൂളൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വർക്കൗട്ട് നടക്കട്ടെ, ഞാൻ അതിന്റെ ഇടയിൽ ചോദിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ വർക്കൗട്ട് മാത്രം ആക്കണ്ട, നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ചേട്ടൻ എന്നെ തോപ്പിക്കാൻ പറ്റുമോ നോക്കാം. പ്ലാൻ അടിക്കാം. എന്ത് ഇതൊക്കെ എനിക്ക് സിമ്പിളാ. പിടിച്ചോ പിടിച്ചോ. ടൈം നോക്കും. Ready 1 2 3 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5. 1 minute 37 seconds later. ഇതില്ലേ, ഇത് ശരിയല്ല കേട്ടോ. മാറ്റ് ശരിയല്ലാത്തോണ്ട്, ഇല്ലെങ്കിൽ ഞാൻ കുറെ നേരം നിൽക്കും. എന്നാലും എത്ര മിനിറ്റ് നിന്നിട്ടുണ്ടാവും? 1.5 മിനിറ്റ്. 1.5 മിനിറ്റ് ഉണ്ടല്ലേ? അപ്പൊ ജയിച്ച്. അതെനിക്കറിയായിരുന്നു ചേട്ടൻ തന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ പിന്നെ ചുമ്മാ പറയണമല്ലോ, നമ്മളിത്തിരി ഇതില് പവറിൽ തന്നെ പറയണമല്ലോ. അതെ, തോൽക്കാൻ പാടില്ലല്ലോ പറച്ചില്ല. അപ്പൊ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് ഞാൻ തോറ്റു കഴിഞ്ഞാൽ ചേട്ടൻ്റെ മുതുകത്ത് കയറി പുഷപ്പെടുക്കണം. എൻ്റെ അല്ല കേട്ടോ, ചേട്ടൻ്റെ. ഞാനങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ മറ്റേ പാണ്ടിലോറി കയറിയ തവള പോലെ. അപ്പോൾ ആ ഒരു ടാസ്കിന് റെഡിയാണോ? അടുത്തത് അതിന് മുമ്പ് ചോദിക്കട്ടെ ഒരു മിനിറ്റ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ പറയാം, നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കാർബ് കട്ട് ചെയ്യണമെന്ന് നേരത്തെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കാർബ് ടോട്ടലി കട്ട് ചെയ്യല്ല, പക്ഷെ കാർബ് ഇപ്പോ അങ്ങനെ ഫാറ്റ് ലോസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാർബ് കട്ട് ചെയ്യണം എന്ന് സാധാരണ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് ഡയറ്റ് പ്ലാൻ എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് വരിക കീറ്റോ ഡയറ്റ് ആണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ കാർബ് എനർജി തരുന്നതല്ലേ, അപ്പോൾ അങ്ങനെ അതിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാ? കാർബാണ് മെയിൻ ഫ്യൂവല്. നമ്മുടെ ബോഡിയിലത്തെ മെയിൻ ഫ്യൂവല് കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷെ നമ്മുടെ ബോഡിക്ക് വേണ്ട ക്വാണ്ടിറ്റി അല്ല നമ്മൾ കഴിക്കുന്നത്, ഓവറായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്.
പിന്നെ ഈ ഷുഗർ ഇതെല്ലാം നമ്മൾ ഡെയിലി എടുക്കുന്നത്. അപ്പം ഇപ്പം ഞാനൊരു മീലിൽ ഇച്ചിരി കാർബോ ആഡ് ചെയ്ത് എടുത്തെങ്കിൽ അത് നെക്സ്റ്റ് മീലിൽ അത് മേക്കപ്പ് ചെയ്യണം. ഇപ്പോൾ 200 ഗ്രാം എടുക്കുന്നിടത്ത് ഞാൻ 300 എടുത്ത്, അപ്പം നെക്സ്റ്റ് മീലിൽ അത് ബാലൻസ്ഡ് ആക്കി എടുക്കും. ഇപ്പോൾ കാർബിനെക്കാട്ടിലും ഭയങ്കര ഡേഞ്ചർ ആണോ ഷുഗർ എന്ന് പറയുമ്പോൾ? ഷുഗർ ഭയങ്കര ഡേഞ്ചറാണ്. നല്ല ഡേഞ്ചർ. അതെങ്ങനെയാ നമ്മുടെ ബോഡീനെ എഫക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അതിന്റെ സൈഡ് എഫക്ട്സ് നമുക്ക് കാണാൻ പറ്റും? ഇത് ബോഡിൻ്റെ ഒരു ക്ലാരിറ്റി, ഇപ്പോൾ മസിൽസിൻ്റെ ക്ലാരിറ്റി മൊത്തം പോകും. ഷുഗർ പെട്ടെന്ന് കവേർഡ് ആവും. അത് പെട്ടെന്ന് എല്ലാം ഗ്ലൂക്കോസ് അല്ലേ, അപ്പോൾ ഓവറായിട്ട് നമ്മൾ കൊടുക്കുന്നില്ലേ. ഓവറായിട്ട് കൊടുക്കുമ്പോൾ എക്സസ് ആയിട്ട് വരും. അത് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്നാണെങ്കിലും ഫാറ്റ് എന്താണെങ്കിലും ഒക്കെ മെഷർ ചെയ്തിട്ട് കഴിക്കുന്നത് നമ്മൾ. അതിനാ ഇത്ര 1 കിലോ ബോഡി വെയിറ്റിന് ഇത്രയെന്ന് പറഞ്ഞിട്ട് ഒരു മെഷർമെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോഡിയിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയായിട്ടാ? അത് നല്ല ചേഞ്ചസ്. അത് നിങ്ങൾ നോർമലി ഫാറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഷുഗറിന്റെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 1 വീക്ക് കൊണ്ട് തന്നെ ഭയങ്കര ചേഞ്ച് വരും. ആദ്യമായിട്ട് ഷുഗർ കട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് നടക്കില്ലല്ലോ, തലവേദന എടുക്കും, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്? അത് എങ്ങനെയാ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ? നമുക്ക് ഇപ്പൊ ഡയറ്റിക്ക് വരുമ്പോൾ തന്നെ സഡൻലി നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 വീക്ക് കൊണ്ട് പതിയെ മെഷർമെന്റ് കുറച്ച് വരിക. പിന്നെ ഷുഗർ ഉള്ളതും പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഷുഗറൊക്കെ നമുക്ക് അത്രയും ലോഡായിട്ട് നിൽക്കുന്ന സ്റ്റൊമക്കിന് ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്താൽ തന്നെ നല്ല ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. സ്റ്റൊമക്കിന് ഒരു കനം നന്നായിട്ട് ഫീൽ ചെയ്യും. ചിലർക്ക് അത്രയും വോളിയത്തിൽ ഫുഡ് കഴിച്ച് ശീലമുള്ളവർക്ക് പെട്ടെന്നൊന്നും ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം ഇത് 1-2 ദിവസം പെട്ടെന്ന് കട്ട് ചെയ്താൽ തന്നെ ഹെഡ് ഏക്ക് വരും, പെട്ടെന്നൊരു അൺകൺട്രോൾഡ് ഫീൽ ചെയ്യും. അപ്പം ഇത് പതിയെ കട്ട് ചെയ്തിട്ട് എടുക്കാനേ പറ്റുള്ളൂ. അത്രക്കും ഡേഞ്ചറാണ് ഷുഗർ. പിന്നെ ഇതിനെല്ലാം ഗ്ലൂക്കോസാണ് വരുന്നത്. ഓവറായിട്ടുള്ള ബോഡിക്ക് ആവശ്യമുള്ള കൊടുക്കുന്ന അതിൻ്റെ അഡീഷണലായിട്ടും വരുന്നതൊക്കെ ഒരു പോയിസൺ, വൈറ്റ് പോയിസൺ. അപ്പം ഈ ഞങ്ങളിത് എൻ്റെ പ്രിപ്പിൽ മൊത്തം ഷുഗർ ടോട്ടലി കട്ടാണ്. പിന്നെ നമുക്ക് വേണ്ട ഷുഗർ ഫ്രൂട്ട്സ് നിന്നൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി നമ്മൾ കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. അതിനെല്ലാം പാർഷ്യലി കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണല്ലോ. അപ്പോൾ പക്ഷേ ഇതിൻ്റെ മെഡിസിൻസ് ഒക്കെ എന്താ പറയുക, ഗവൺമെൻറ് അപ്രൂവ്ഡ് അല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എല്ലാ മെഡിസിൻസും അപ്രൂവ്ഡ് അല്ല. ഇപ്പോൾ എനിക്കൊന്ന് ട്രിവാൻഡ്രത്ത് ഒരു ജിമ്മിൽ നിന്ന് ഇങ്ങനെ മെഡിസിൻസ് പിടിച്ചു എന്നുള്ള രീതിയിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് ലീഗലൈസ്ഡ് ആക്കാത്തത്? സ്റ്റിറോയിഡ്സ് ആണ്. അതിപ്പം അസോസിയേഷൻ്റെതാണെങ്കിലും പലതരത്തിൽ 5-6 അസോസിയേഷനുകളുണ്ട്. മുന്നേ ഇതിനകത്ത് ഗവൺമെൻറ് അഫിലിയേഷൻ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം അതിന് അംഗീകാരമില്ല. ഇപ്പം എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കേരള പോലീസിൻ്റെ ടീമൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ഇതിപ്പം ഒരു ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കറക്റ്റ് ശരിക്കും ഇതിൻ്റെ ചെറിയ സപ്പോർട്ട് ബോഡിക്ക് ആവശ്യമുള്ളൂ. അതിൻ്റെ ആവശ്യകതയുണ്ട്, പക്ഷെ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുള്ളൂ. ഇത് എന്താ പറയുക, സ്റ്റിറോയിഡ്സ് കൂടുതൽ എടുക്കുകയും ഫുഡ് കുറച്ചെടുക്കുകയും റെസ്റ്റ് കുറയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ബാഡ്ലി എഫക്റ്റ് ആവുന്നത്. മെയിൻലി റെസ്റ്റ്, ഫുഡ്, വർക്കൗട്ട്, പിന്നെയുള്ളൂ സ്റ്റിറോയിഡ്സിൻ്റെ ഒരു ചെറിയ സപ്പോർട്ട് വരുന്നത്. നമുക്ക് സ്റ്റിറോയിഡ്സ് എന്തായാലും വേണം. നമുക്ക് പ്രൊഫഷണലായിട്ട് പോകുമ്പോൾ ഞാൻ എല്ലാവർക്കും അത് റെക്കമെൻഡ് ചെയ്യില്ല. നോർമലി പോകുന്ന ഒരാൾക്കും, നോർമലി ഫിറ്റ്നസ്സിന് വേണ്ടി ചെയ്യുന്ന ഒരാൾക്കും ഇതിൻ്റെ ആവശ്യമില്ല. അത്ലറ്റ് എന്നുള്ളൊരു മൂഡിലേക്ക് വരുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ ആവശ്യകത പറയുന്നത്. അപ്പം അത്രയും പ്രൊഫഷണലായിട്ട് പോകുന്ന ആൾക്ക് മാത്രമേ റെക്കമെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതും ബോഡി വെയ്റ്റിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് എടുക്കാൻ പാടുള്ളൂ. ഭയങ്കര വളരെ ലെസ് ക്വാണ്ടിറ്റി മതി. നമ്മളെ ഇവിടെ യൂസ് ചെയ്യുന്നത് ശരിക്കും അത് ആവശ്യമില്ലാത്തൊരു മിസ്യൂസിങ് ആണത്. കറക്റ്റ്. ഇപ്പോൾ ഈ റെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് ചേട്ടൻ തന്നെ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മസിൽ ബിൽഡിങ്ങിലും അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഉറക്കം എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാണ്ട് എല്ലാവർക്കും ഉറക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് മരണമായിട്ട്
മരിച്ച് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് വർക്കൗട്ട് കൂടുതലായിരിക്കും, അവർ എന്താ പറയുക റെസ്റ്റ് ഒക്കെ കുറവായിരിക്കും. മേ ബി അവർ ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും റെസ്റ്റും കാര്യങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അത് എന്തോരം ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. റെസ്റ്റ് ഒരു മെയിൻ ഫാക്റ്റ് അതിനകത്ത്. റെസ്റ്റാണ് ഇതിനകത്ത്. ഇപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്ത് നമ്മൾ ഫുഡ് കൊടുത്ത് അമിനോ ആസിഡ്സ് മസിൽസ് ഡാമേജ് ആക്കിയ റിപ്പയറിങ്ങിനാണ് ഈ അമിനോ ആസിഡ്സ് നമ്മൾ ഈ പ്രോട്ടീൻ കൊടുക്കുന്നത്. റിപ്പയർ ചെയ്ത് റീബിൽഡ് ചെയ്ത് വരും. അതിൻ്റെ പ്രോസസ്സ് നടക്കണമെങ്കിൽ റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പം റെസ്റ്റ് കിട്ടുമ്പോൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് റിക്കവറി കിട്ടുമ്പോഴാണ് മസിൽ ബിൽഡപ്പായി വരുന്നത്. പിന്നെ പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാനുള്ള സ്ട്രെങ്ത് കിട്ടുന്നതും ഈ റെസ്റ്റ് കൂടെ തന്നെയാണ്. ഈ ഫുഡൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ സാധാരണ ഇപ്പോൾ എന്താ പറയുക വെയിറ്റ് ഗെയിൻ ചെയ്യാണ് ഫസ്റ്റ് ചെയ്യുന്നത്, അതോ എങ്ങനെയാണ് അതിൻ്റെ ഒരു? ഇല്ല, അത് അങ്ങനെയല്ല. ഒരു ഓൾഡ് സ്കൂളാണ് അത് നിങ്ങൾ പറയുന്നത്. ആ മെത്തേഡ് ചെയ്തുകൊണ്ട് ഇരുന്നു. പക്ഷെ ഇപ്പം അതിൽ നിന്നൊക്കെ കുറേ മാറിയിട്ടുണ്ട്. ഇപ്പം ലീൻ ബൾക്ക് എന്നുള്ളൊരു പ്രോസസ്സിങ്ങാണ്. നമ്മൾ അധികം ഫാറ്റ് കയറ്റാണ്ട് തന്നെ നിങ്ങളീ പറഞ്ഞ പ്രോസസ്സിങ് പറഞ്ഞാൽ ഒത്തിരി ഫാറ്റ് കയറും. ആവശ്യമുള്ളതും ഇല്ലാത്ത എല്ലാം ഫാറ്റ് കയറും. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ബോഡി പറ്റിയ ഒത്തിരി സമയം എടുക്കും, ബാഡ്ലി എഫക്റ്റ് ആവും ചെയ്യും അത്. അപ്പം നമ്മൾ ഈ മസിൽ ബിൽഡിങ് ചെയ്യുമ്പോൾ തന്നെ അത് ലീനായിട്ട് വളരെ ക്ലിയർ മസിലായിട്ട് തന്നെ ബൾക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആവും. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാനും വളരെ ടൈം ഓഫ് പീരീഡ് ഭയങ്കര ലെസ് മതി. ഒരു 40 days 50 daysനകത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വളരെ എമൗണ്ട് ഓഫ് മെഡിസിനും കുറവ് മതി. ഇപ്പോൾ കേരളത്തിലെ ആൺപിള്ളേർക്ക് വേണ്ടിയിട്ടാണ് 6 pack ആക്കാൻ വേണ്ടി അവർ എന്തൊക്കെ ചെയ്യണം? കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യണോ അതോ ഫുഡ് കറക്റ്റായിട്ട്? ഇതെല്ലാം വർക്കൗട്ട്, ഫുഡ്, റെസ്റ്റ് വെരി ഇമ്പോർട്ടൻസ് അതിനകത്ത്. മെയിൻലി നോർമലായിട്ട് ഇതിൻ്റെ മെയിൻ ഫാക്റ്റ് ഫുഡ് തന്നെയാണ്. റെസ്റ്റും വളരെ ഇമ്പോർട്ടൻസ്. ഇപ്പം ഇടയ്ക്ക് കിട്ടുന്ന നാപ്പുകളാണെങ്കിലും ത്രൂ ഔട്ട് നൈറ്റ് എന്തായാലും നമ്മൾ 8 hours സ്ലീപ്പ് നിർബന്ധമാണ്. പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ നാപ്പുകൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ബോഡി ബിൽഡിങ് എന്നുള്ളൊരു ഇതിലേക്ക് വരുമ്പോൾ. ശരിക്കും ഈ 6 pack പറഞ്ഞാൽ മസിൽ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാലേ ഈ മസിൽസ് കാണുള്ളൂ. പിന്നെ അതുമല്ല പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും മസിൽസ് ബിൽഡാണ്. അപ്പോൾ കാണും ഭംഗിയായിട്ട് കിട്ടുള്ളൂ. കാണാൻ വെറും 6 pack കൊണ്ട് അത് ശരീരം ഭംഗിയാണെന്നില്ല. അപ്പം മസിൽ എന്തായാലും അവിടെ ബിൽഡിങ് പ്രോസസ്സ് നടക്കുന്നു. മസിൽ ബിൽഡിങ് പ്രോസസ്സ് എന്തായാലും അവിടെ നടത്തണം. അതിനു വേണ്ടി റെസ്റ്റും ഫുഡും എന്തായാലും കൊടുത്തേ പറ്റും. വളരെ വെരി വെരി ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോൾ ഒക്കെ ഇപ്പം ഒരു എന്താ പറയുക ഇത്രയും മസിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ അതുപോലെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ നിരന്ന് നിന്നിട്ടും ചേട്ടന് മാത്രം ആ ഒരു ടൈറ്റിൽ കിട്ടാനായിട്ടൊരു റീസൺ ഉണ്ടാവും. അതെന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞത്? അല്ലെങ്കിൽ ഭയങ്കര പാടല്ല, അത്രയും എല്ലാവരും ഒരുപാട് ഡെഡിക്കേഷനോടുകൂടി വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്? എൻ്റെ ബോഡിൻ്റെ എമൗണ്ട് ഓഫ് എൻ്റെ വോളിയം കമ്പാരിറ്റീവ്ലി ഇപ്പം ഞാൻ നിങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ജസ്റ്റ് ഇമാജിൻ വോളിയം വലുതായിരുന്നു. പ്രൊപ്പോർഷൻ ഞാൻ പറഞ്ഞില്ലേ ബൈ ബർത്ത് നമുക്ക് കിട്ടുന്നൊരു ബോഡി ഇതിൽ അത് സൈസ് വൈസിൽ ആണ് മെയിൻലി അവിടെ വിൻ ചെയ്ത് വന്നത്. പിന്നെ പ്രൊപ്പോർഷൻ എല്ലാ മസിലും ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ഇല്ലെന്നാലും ഓൾമോസ്റ്റ് ഇനിയും ഒരുപാട് മസിൽ ബിൽഡ് ചെയ്ത് എടുക്കാനുണ്ട്. പ്രൊഫഷണലായിട്ട് ഞാൻ പറഞ്ഞ പ്രോ മത്സരത്തിന് മുമ്പ് ഇനിയും എമൗണ്ട് ഓഫ് മസിൽ ആഡ് ചെയ്യണം നമ്മൾ. ചേട്ടൻ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിന് തൊട്ട് മുമ്പ് വരെ, അല്ലെങ്കിൽ ഇപ്പം സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് വരെ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഫുഡ് നമ്മൾ വാട്ടർ ഇൻടേക്ക് കൂടുതൽ പറ്റില്ല, പക്ഷെ വാട്ടർ എടുക്കാം നമുക്ക് ചെറിയ എമൗണ്ടിൽ. ആ സെയിം ഡേ വരെ വെള്ളം കുടിക്കാൻ വെള്ളം അതൊക്കെ ഈ പഴയ മെത്തേഡിലുള്ളതാണ്. വാട്ടർ എടുക്കാം ശരിക്കും. അന്നും ഞങ്ങൾ വാട്ടർ എടുക്കും. ഓരോ മീലിൻ്റെ കൂടെ ഇത്ര ഒരു 50 ml 100 ml വാട്ടർ എന്തായാലും എടുക്കാറുണ്ട്. സാധാരണ തലേ ദിവസം വരെ ഫോളോ ചെയ്ത ഡയറ്റ് തന്നെയാണോ അന്നത്തെ ദിവസം ഫോളോ? ഇച്ചിരി പ്രോട്ടീൻ്റെ എമൗണ്ട് കുറക്കും. പ്രോട്ടീൻ എമൗണ്ട് 150 ഗ്രാമിലോടുത്ത് 90, 80, 70 gram അങ്ങനെ എടുക്കും. പിന്നെ കാർബോഹൈഡ്രേറ്റ് ഇച്ചിരി കൂട്ടും. നമ്മൾ ഓഫ് സീസൺ എടുത്ത അതേ കാർബോ ലോഡിങ് 250 gram റൈസ് അങ്ങനെയൊക്കെ വരും. ഫാറ്റ്സ് ആണെങ്കിലും ഇച്ചിരി ചെറിയ എമൗണ്ട് ഓഫ് വരുള്ളൂ ഫാറ്റ്സ്. ഇപ്പോൾ കറക്റ്റായിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടൈറ്റിൽ വിന്നറൊക്കെ ആയി അതിനുശേഷം
ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യോ അതോ എന്തെങ്കിലും ഒരു ഇപ്പം മെയിൻ്റെനൻസ് കാലറി എൻ്റെ ഡിഫറെൻ്റ് ആണ്. മെയിൻ്റെനൻസ് കാലറി മെയിൻ്റെനൻസ് ചെയ്യുന്ന സമയത്തുള്ള ഫുഡിൻ്റെ സ്റ്റൈൽ എമൗണ്ട് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ എടുക്കുന്നത് ഒരു 400 ഗ്രാം കാർബോഹൈഡ്രേറ്റ്, 100 ഗ്രാം ഫാറ്റ്. മറ്റത് നമ്മൾ 30-40 ഗ്രാം ഫാറ്റ്സ് ചെയ്യുന്നു പീക്ക് വീക്കിൽ വന്ന്. പിന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ നന്നായിട്ട് കുറയും. ഒരു 30 ഗ്രാമിൽ വെക്കും. ഇപ്പം 100 ഗ്രാം ഫാറ്റ്സ്, 400 ഗ്രാം കാർബോഹൈഡ്രേറ്റ്, പിന്നെ 200 ഗ്രാം പ്രോട്ടീൻ വരും. ഇതിൽ എപ്പോഴും ചെറിയ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അത് ഓരോ ആൾക്കാരുടെ ബോഡി അനുസരിച്ചാണല്ലോ. നമ്മളെ റിക്വയർമെന്റ്സ് എന്താണോ, പീക്ക് വീക്ക്, ഇൻ സീസൺ, ഓഫ് സീസൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എടുക്കുന്ന മെറ്റീരിയൽ സെയിം, അതിൽ ചെറിയ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ ഇവിടത്തേക്ക് വർക്കൗട്ട് രീതികളൊക്കെ നല്ലതാണ്, അതായത് ആ ഒരു പാറ്റേൺ കറക്റ്റ് ആയിട്ടാണോ നമ്മൾ ഫോളോ ചെയ്യുന്നതൊക്കെ? ഇവിടുത്തെ ഷെഡ്യൂൾ ഇപ്പോഴും എന്താ പറയുക, ഒരേ ഫോഴ്സിൽ മാക്സിമം ഒരേ ഫോഴ്സിൽ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇവിടുത്തെ വർക്കൗട്ട് മെത്തേഡൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണോ പോകുന്നത്, അതോ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നൊക്കെ ചേട്ടന് തോന്നിയിട്ടുണ്ട്? ആ ഒരു ചേഞ്ചസ് തന്നെ ഈ വർഷം എന്നിൽ കണ്ട ചേഞ്ച്. ഞങ്ങൾ ഈ എന്താ പറയുക ഷെഡ്യൂൾ പർച്ചേസ് ചെയ്ത്, അത് എല്ലാവർക്കും നല്ലതാണത്. പ്രൊഫഷണലായിട്ട് പോകുന്നവർക്ക് നല്ലൊരു കോച്ച് എന്തായാലും ഹയർ ചെയ്യൽ നിർബന്ധമാണത്. അത് പുറത്തുള്ള ആൾക്കാരാട്ടോ. അത് നമ്മ ലക്ഷങ്ങൾ ചിലവാണത്. പലപ്പോഴായിട്ട് ഇപ്പം ബ്ലാക്ക് ഫ്രൈഡേ ഓഫറൊക്കെ വരുമ്പം ചിലപ്പോൾ 50%-ലൊക്കെ തരും. എന്നാലും 1 lakh 2 lakh 3 lakh അങ്ങനെ എന്തായാലും ഞങ്ങൾ കൊടുത്ത് അങ്ങനെ പർച്ചേസ് ചെയ്യും. പല ഷെഡ്യൂളുകളായിട്ട് 6 lakh ഒക്കെ ചില ഷെഡ്യൂളിൻ്റെ റേറ്റ് ഉണ്ട്. നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത അത് ഈ ഒന്നിച്ച് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ഒരു ഷെഡ്യൂൾ അവർ ഇൻ സീസണിൻ്റെ ഇത്ര റേറ്റ് വരും, ഓഫ് സീസണിൻ്റെ ഇത്ര റേറ്റ് വരും, പീക്ക് വീക്കിൻ്റെ ഇത്ര റേറ്റ് വരും. അവർ റേറ്റ് ഫിക്സ് ചെയ്യും. ഫോറിനേഴ്സ് അവർ റിസർച്ച്ഡ് ഷെഡ്യൂൾസാണ്. അങ്ങനെ അവരുടെ അങ്ങനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അത് നമുക്ക് പീരീഡ് ഓഫ് ടൈം, വർക്കൗട്ടിന്റെ ടൈമും ഭയങ്കര ലെസ്സാണ്. ലിമിറ്റഡ് വർക്കൗട്ടുകൾ, മാക്സിമം റിസൾട്ട്. അതെ, ഇപ്പൊ ഇത് കണ്ട പോലെ മാക്സിമം റിസൾട്ട്. അതിനകത്ത് ഇതുപോലെ പിന്നെ റിക്കവറി ഭയങ്കര ഇമ്പോർട്ടൻസ്. അതിനകത്ത് ഭയങ്കര ചേഞ്ചസ് കിട്ടുന്നുണ്ട്. എനിക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ. മറ്റേത് നമ്മൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മസിൽസിന് തന്നെ 5, 6, 7 വേരിയേഷൻസ് കൊടുക്കും. ഇത് മാക്സിമം 2-3. ഇപ്പോൾ ബിഗ് മസിലാണെങ്കിൽ, ലെഗ്സ് ഒക്കെ ആണെങ്കിൽ 4 വേരിയേഷൻസ്, ബാക്കും ചെസ്റ്റും ഒക്കെ ആണെങ്കിൽ 3-2 വേരിയേഷൻസ്, ബൈസെപ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒരൊറ്റ വേരിയേഷനൊക്കെ, അല്ലെങ്കിൽ മാക്സിമം 2 വേരിയേഷൻസ്. പക്ഷെ അത് സ്പ്ലിറ്റ് ചെയ്യാം, വീക്ക്ലി സ്പ്ലിറ്റ് ചെയ്യാണ്. ഒരു ദിവസമല്ലത്, പല ദിവസങ്ങളായിട്ട് ഇങ്ങനെ വീക്ക് മസിൽ നോക്കിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ബാക്കി നമ്മുടെ പിടിയും കാര്യങ്ങളൊക്കെ പേഴ്സണൽ ട്രെയിനിങ് അങ്ങനെ പോകുന്നു. വർക്കൗട്ട് മെത്തേഡ് നിങ്ങൾ പുറത്തുനിന്ന് അതെന്തായാലും നമുക്കൊരു എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയ ടൈം ഓഫ് വർക്കൗട്ട്, മാക്സിമം ഔട്ട്പുട്ട് അത് അനുഭവിച്ച ഒരാളായിരുന്നു സത്യത്തിൽ. പിന്നെ വർക്കൗട്ടിന്റെ റേഞ്ച് ഓഫ് മോഷൻ വെരി ഇമ്പോർട്ടൻസ് ആണ്. അങ്ങനെയാണ് പോകുന്നത്. വീട്ടിലൊക്കെ എങ്ങനെയാ സപ്പോർട്ട്? വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. വൈഫ് ഫുഡെല്ലാം കറക്റ്റ് ചെയ്ത് തരും. നമുക്ക് ഒരേ ടേസ്റ്റിൽ തന്നെ ഫുഡ് പോകുമ്പോഴേ പെട്ടെന്ന് മടുത്തു പോകും. ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ആവട്ടെ, മീറ്റ്, എഗ് വൈറ്റ്, ഫിഷ്, ഞാൻ എല്ലാം എടുത്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ മീറ്റും ലാസ്റ്റ് പീക്ക് വീക്കിലെല്ലാം മീറ്റ് എല്ലാം എടുക്കും. ഈ ചിക്കൻ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് എല്ലാം മിക്സ് ആയിട്ടുള്ള പ്രോട്ടീൻ അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ, ഫാറ്റ്സ് ആണെങ്കിലും. അപ്പം അവർ തരുന്ന മെറ്റീരിയലൊക്കെ നമുക്ക് കംഫർട്ടബിളാണ്. വർക്കൗട്ട് വെരി കംഫർട്ടബിളാണ്, ഭയങ്കര കംഫർട്ടബിളാണ് വർക്കൗട്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ വൈഫ് കറക്റ്റ് ആക്കി തരാറുണ്ട് അല്ലേ? ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ചേട്ടൻ ഒരു ചെറിയൊരു എന്താ പറയാ വൈറലായിട്ടുണ്ടായിരുന്നു, ആനയുടെ പുറത്ത് വീഡിയോ. അതെങ്ങനെയായിരുന്നു ഉണ്ടായത്? പറയൂ ചേട്ടാ. പട്ടാമ്പി നേർച്ചയൊക്കെ ഫ്രണ്ട്സ് വിളിച്ചതാ. ഫ്രണ്ട്സിനൊക്കെ അവരെ ഓരോ ഏരിയ, ഓരോ ദേശം അവർ ഇത്ര 2 ആന 3 ആന ഇറക്കപ്പം അവർക്ക് പേരെടുക്കാൻ വേണ്ടിയിട്ട് അവർ
എന്നെ വിളിച്ച് എനിക്കും തന്നെ ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ ആനപ്പുറത്ത് കയറാം. പക്ഷെ ഭയങ്കര ടഫാണ് എന്നെ സംബന്ധിച്ച്. നമ്മൾ ഈ ആന ഓരോ മൂവ്മെന്റ് വെക്കുമ്പോഴും നമുക്ക് ഭയങ്കര ടഫാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഓക്കെ, പക്ഷെ ഞങ്ങൾ ഇത്തിരി കിലോമീറ്ററോളം ഇരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആള് ഞാൻ നോക്കിയപ്പോഴത്തേനും ഒറ്റ രാത്രി കൊണ്ട് വൈറലായി. അടിപൊളി. പിന്നെ ഉള്ള കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ഏത് ലെവലിലേക്കാണ് ഉദ്ദേശിക്കുന്നത്? ഇനി പ്രോ മത്സരങ്ങൾ ചെയ്യണം ഭയങ്കര ആഗ്രഹമുണ്ട്. ഒളിമ്പ്യ ക്വാളിഫൈ റൗണ്ടാണത്. ഫസ്റ്റ് പ്രോ കാർഡ്, പിന്നെ പ്രോ ഷോ, പിന്നെ ഒളിമ്പ്യൻ്റെ 212 എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഉണ്ട്. അതിനകത്ത് സ്റ്റേജിൽ കയറാനൊരു ആഗ്രഹമുണ്ട്. എനിക്ക് അത് ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ, സത്യമായിട്ട് ഒരു ആഗ്രഹമുണ്ട്. പ്രതീക്ഷ നന്നായിട്ടുണ്ട് കയറാൻ പറ്റുന്നുള്ള. കഴിഞ്ഞ പ്രാവശ്യത്തെ കോമ്പറ്റീഷനിൽ ആഗ്രഹിച്ച ആളുടെ ഒപ്പം മത്സരിക്കണം, ഇന്ന ആളുടെ ഒപ്പം മത്സരിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ഈ പ്രാവശ്യം അത് ചെയ്യാൻ പറ്റി. അപ്പൊ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ആ ഒരു സ്റ്റേജ് കയറണം എന്നാണ് ആഗ്രഹം. അടുത്ത വർഷം കൊണ്ടല്ലെങ്കിലും 1-2 വർഷം കൊണ്ട് ചെയ്യാം. 1, 2, 3 വർഷം കൊണ്ട് ആ സ്റ്റേജിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്.